ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് റുക്സാനയാണ്. റുക്സാന, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഹായ് സാർ. ഓക്കെ, റുക്സാനയുടെ സ്ഥലം എവിടാ? ഞാൻ കൊല്ലം പുനലൂര്. കൊല്ലം പുനലൂരാണ്. ഓക്കെ ഓക്കെ. ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ. എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ? എനിക്ക് ഐ ടി ഫീൽഡിനോട് കുറച്ച് താല്പര്യം ഉള്ളതുകൊണ്ടാണ്. പൊതുവെ എനിക്ക് കുറച്ച് ഐ ടി ഫീൽഡ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് വരയ്ക്കാറുണ്ട്, അപ്പൊ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ടൊക്കെ ഓക്കെ ഓക്കെ. അപ്പം നേരത്തെ എന്താ പഠിച്ചിരുന്നേ? ഞാൻ ഡിഗ്രി ചെയ്തതാണ്, BA ഇംഗ്ലീഷ് ആണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലി അത്യാവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനെ എനിക്ക് ഇത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാ. അപ്പം ഇപ്പൊ കറന്റ്ലി എന്താ ചെയ്യുന്നേ? കറന്റ് ഞാൻ ഈ കോഴ്സ് 3 മാസത്തെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുക. സ്കോർപിയോൺ ഫിക്സ് എന്ന് പറഞ്ഞിട്ട് UAE ബേസ്ഡ് കമ്പനിയിൽ ഇപ്പം 1 മാസം 1 മന്ത് ആയി ഞാൻ തുടങ്ങിയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കമ്പനി എങ്ങനെയുണ്ട്? കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? അതെ, ഭയങ്കര സപ്പോർട്ടാണ്. അടിപൊളിയാണ്, നല്ല വർക്കാണ്. 9 to 5 വരെയാണ് വർക്കിംഗ് ടൈം. വർക്ക് ഫ്രം ഹോമാ. അവർ നല്ല സപ്പോർട്ടീവ് ആണ്. നമുക്ക് ആദ്യം കുറച്ച് അവർ തന്നെ പറഞ്ഞു തരും എങ്ങനെയാ ചെയ്യേണ്ടത്, എന്തോന്നൊക്കെ 2 ദിവസം പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് അവർ തരുന്ന ജോബ് നമ്മൾ ചെയ്ത് 5 മണിക്കകം സബ്മിറ്റ് ചെയ്യണം. നല്ല വർക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ കോഴ്സ് എടുക്കുന്ന ടൈമിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ അബോധയെ പറ്റി അറിഞ്ഞു? അവോധ എന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ട്സ് ഒക്കെ 2-3 പേര് അവോധയിൽ പഠിക്കുന്നവരാ. പഠിക്കുന്നത്? ഒരാള് 2-3 കോഴ്സ് ചെയ്യുന്നവരാ. അപ്പം എനിക്കിങ്ങനെ ജോലി ആവശ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നതായിരുന്നു. അപ്പം അവളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ച് ഞാൻ അപ്പം തന്നെ ജോയിൻ ചെയ്തതാ. ജോയിൻ ചെയ്ത് നല്ല ക്ലാസ്സുകളാണ്. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് കയറാം. പിന്നെ സാറിന്റെ അടുത്ത് ചോദിക്കാം. അങ്ങനെ എനിക്ക് നന്നായിട്ട് നല്ല ക്ലാസ് ആയിരുന്നു. ഫുള്ള് ഞാനൊന്നും മുടങ്ങാതെ കയറുമായിരുന്നു. അങ്ങനെ എനിക്ക് 3 മന്ത്സ് കോഴ്സ്. അത് ഞാനിപ്പോ കഴിഞ്ഞു. 3 മന്ത്സ് കഴിഞ്ഞു. ഇപ്പൊ ഇന്റേൺഷിപ്പും ആയി. പെട്ടെന്ന് തന്നെ എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടി. ഓക്കെ ഓക്കെ. അപ്പം ആ ഫ്രണ്ട്സ് എന്താ അവിടെ അബോധയിൽ പഠിച്ചിരുന്നേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണോ? ഹോസ്പിറ്റൽ മാനേജ്മെന്റാ ചെയ്തത്. അപ്പം ക്ലാസ്സസ് ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഡൗട്ട് വരാറുണ്ടായിരുന്നു പറഞ്ഞു. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു പറഞ്ഞു. ലൈവ് സെഷനിൽ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവര് ഓൺ ടൈമിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു? എല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്ത് തരും. എനിക്ക് എനിക്ക് സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ഒരു കാര്യത്തിൽ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കയറി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അവർ കറക്റ്റ് എല്ലാം പറഞ്ഞു തന്നായിരുന്നു. ക്ലാസ്സസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാർ അടിപൊളിയായിട്ടാണ് ക്ലാസ് എടുത്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് ഡൗട്ട് ചോദിക്കണം, മിക്കവാറും നമുക്ക് ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. അത്ര അടിപൊളിയായിട്ട് എക്സാമ്പിൾ സഹിതം നമുക്ക് പറഞ്ഞു തരും. അതുപോലെ ഇന്റർവ്യൂവിൽ വരുന്ന നമുക്കിപ്പോൾ ഒരു ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഏതൊക്കെ ഇവിടുന്ന് എങ്ങനെയൊക്കെ അവർ ചോദിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അത് മാത്രം പഠിച്ചാൽ മതി. നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പം ലൈവ് സെഷൻസിൽ ഫീഡ്ബാക്ക് ഓക്കെ ആയിരുന്നു. കറക്റ്റ് ടൈമിൽ അവർ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തു. അപ്പം അതിനു മുമ്പേ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ എന്തുപോലെ ജാപ്പ് അറ്റൻഡ് ചെയ്ത് കാണുമല്ലോ? ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നോ? ഇല്ലില്ല, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. മോക്ക് അതിനു ഇന്റർവ്യൂ മുമ്പ് ആയിരുന്നോ? ആക്ച്വലി ഞാൻ മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ കോള് വന്നു. ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളായിരുന്നു. അതിനൊക്കെ എനിക്ക് ഇങ്ങനെ കോള് വന്ന് ഇങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, CV അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ സെലക്ട് ചെയ്തു. ഓൺ ടൈം തന്നെ അങ്ങനെ തന്നെ കിട്ടിയല്ലേ? എനിക്ക് പെട്ടെന്ന് ഓക്കെ കിട്ടി, വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം അബോധ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അബോധയിൽ പഠിക്കായിരിക്കും. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? നല്ല കോഴ്സായിരിക്കും. നമുക്കിപ്പം മിക്ക കോഴ്സ് നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ ചിലപ്പം ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം നമുക്ക് പഠിക്കാൻ പറ്റാതെ പോകും. അങ്ങനെ ഒത്തിരി നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ഒരുപാട് ഇത് കാണും. അങ്ങനെയൊക്കെ വന്ന് നോക്കിയാൽ ഇപ്പം അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് കാണും, നമുക്ക് ജോലി കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള നല്ല കോഴ്സസാ ഇതിനകത്തുള്ള എല്ലാം. ജോലി സാധ്യതയുള്ള. അപ്പം എൻ്റെ ഒരു ഇതാണെങ്കിൽ ഇത് പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും നമുക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാം എല്ലാ കാര്യവും. എൻ്റെ ഒരു ഇതാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എടുത്ത കോഴ്സായത്. അതുപോലെ ഞാൻ അത് പഠിച്ചതാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് പഠിച്ചതും ക്ലാസ്സസും എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ആണെങ്കിലും നമുക്ക് പിന്നെ പിന്നെ ചെയ്യണമെന്ന് തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ.
ഇപ്പൊ രാവിലെ ആണെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അപ്പം മാക്സിമം ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്ക് അത്ര ഫീ ഒന്നും കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പം അതും എല്ലാവർക്കും ആർക്കായാലും പഠിക്കാം. പിന്നെ ക്വാളിഫിക്കേഷൻ ആയാലും +2 കഴിഞ്ഞുള്ളവർക്ക് പെട്ടെന്ന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയും കിട്ടും. 1 വർഷം പോലും വേണ്ടല്ലോ. 6 മാസത്തെ കോഴ്സ് അല്ലേ. ഓക്കെ. അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ കേട്ട് കാണും. സജഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ ചേർന്നിട്ടുണ്ട്. ഓക്കെ. അവസാനം അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ കേട്ടാണ് ഈ 2800 എന്നൊരു ഫീ സ്ട്രക്ചർ. ഓക്കെ. അപ്പം കേട്ടിട്ടുണ്ട്. ആദ്യം എന്താ തോന്നി? 2800 ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലൊരു കോഴ്സ് ചെയ്ത വെർത്തായിരിക്കും തോന്നിയിരുന്നോ? ആദ്യം എനിക്ക് അത്ര എന്നുവെച്ചാ അങ്ങനെ ഫേക്ക് ആണോ അല്ലയോ എന്ന് നമുക്കൊരു ഡൗട്ട് വരുമല്ലോ. ഓക്കെ. അപ്പൊ പിന്നെ സെർച്ച് ചെയ്തപ്പം പിന്നെ അതിനു മുമ്പ് പിന്നെ ഞാൻ കുറച്ച് നോക്കിയപ്പം എനിക്ക് ഞാൻ സെർച്ച് ചെയ്തപ്പോ കിട്ടി എന്തോ ഒരു യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താലും ഓക്കെ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാ ഞാൻ അപ്ലൈ ചെയ്തത്. അങ്ങനെ ഒത്തിരി താമസിച്ചില്ല. എന്നാലും നമ്മൾ കുറച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. ഈ yes. 2800 കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്റെ സിസ്റ്ററും ഇപ്പൊ ഒരു കോഴ്സിന് ചേർന്നിട്ടില്ല, ചേരണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. എന്റെ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അവർക്കും ഇപ്പൊ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ. അപ്പം റുക്സാൻ എത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട്. ഓക്കെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ. താങ്ക് യു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്.